ഹായ്, ഞാൻ നിങ്ങളെ രമേശ് ചേച്ചി ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കാരയില കൊണ്ടുള്ള ഒരു കുറുക്കാണ്. അത് കാരയില എന്ന് പറഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഈ കാരയില നമ്മൾ ഈ കാരയിലൊക്കെ പറിച്ച് ഇഷ്ടം പോലെ നമ്മൾ കുറുക്കി കഴിക്കും. നമ്മളെന്ന് വെച്ചാൽ അതിനെ കുറുക്കുക, കിണ്ടുക എന്നുള്ളതാണ് നമ്മളതിനെ പറയുന്നത്. അത് തേങ്ങയും അരിയും കരിപ്പട്ടിയൊക്കെ കൂടെ ഇട്ട് നല്ലപോലെ കുറുക്കി കഴിക്കും. അതെന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ ഈ ഗർഭിണികളൊക്കെ പ്രസവിച്ച് കിടക്കുന്ന അവർക്കും പിന്നെ മെച്ചറാവുന്ന മക്കൾക്കും ഒക്കെ നമ്മളിത് കിണ്ടലായിട്ട് നമ്മൾ കൊടുക്കും. അതിനു വേണ്ടി ഞാൻ കുറച്ച് ഇല പറിച്ചെടുക്കാം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇഷ്ടം പോലെ നിൽക്കുന്നു. കുറച്ച് ഇല പറിച്ചെടുക്കാം. അതിനു വേണ്ടി നമുക്ക് പറിക്കാനായിട്ട് പോകാം. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ മുറ്റത്ത് നിൽക്കുന്ന കാരയില മരമാണ്. ഇതിനെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കാവരും ഇലയുണ്ട്. ഈ കായകളെല്ലാം വിളഞ്ഞ് പഴുക്കുമ്പോൾ കിളികൾ വന്ന് ഇഷ്ടം പോലെ കഴിക്കും. ഇത്ര ഇലയാണ് ഇതിൽ നിന്ന് പറിച്ചെടുത്തത്. ഇതിനെ ഇനി നമുക്കിനി കഴുകി വൃത്തിയാക്കി അരച്ചെടുക്കണം. ഇതിൻ്റെ പാലാണ് പിഴിഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഈ ഇല നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കാരയില. ഇനി നമുക്ക് ഒരു ജാറിലോട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇലയെല്ലാം ജാറിലോട്ടിടുന്നു. നമുക്കിതിപ്പം അരിയുടെ കൂടെ ഇട്ടത് പൊടിച്ചെടുക്കാം. അരി കുതിർത്ത് അതിലോട്ട് ഈ ഇലയൊക്കെ കൂടെ ഇട്ട് നല്ലതുപോലെ പൊടിച്ചരിച്ചെടുക്കണം. നമുക്കിപ്പം അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. മാവ് വറുത്ത് വെച്ചിട്ട് അതിനെടുത്ത് നമുക്ക് ഈ ഇലയും കൂടി പറിച്ച് നല്ലതുപോലെ മഷി പോലെ അരിച്ചെടുത്ത് ആ മാവിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചത് അരയ്ക്കണം. ഇതിലിനി ഈ കൂട്ടിലോട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് പിഴിഞ്ഞ് അരിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കാൻ ഞാൻ ഒരു 3/4 കിലോ കരിപ്പട്ടിയാണ്. ഇതിന് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കിണ്ടലിന് കരിപ്പട്ടിയാണ് ആവശ്യം. അങ്ങനെ കരിപ്പട്ടി എടുത്ത് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഒരു തേങ്ങ അതും ചെറുതായിട്ട് ചിരുകി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം വേണം. ഇത്രയുമാണ് നമുക്കിത് ആവശ്യം. ഇതിപ്പം ഞാൻ പച്ചരിയാണ് ഇടിയപ്പത്തിൻ്റെ മാവിൽ പൊടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ വറുത്ത് പൊടിച്ച മാവാണിത്. അതാണിപ്പോൾ ഇതിനുണ്ടാക്കാനായിട്ട് തീരുമാനം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും വേണം. കത്തിച്ച് ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 8 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കരിപ്പട്ടി ഒഴിച്ചു കൊടുക്കണം. ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് ഇതിൽ ബാക്കി വെച്ചിരിക്കണം. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാരയില ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഈ തേങ്ങ ഒരു പാത്രത്തിലോട്ട് ആക്കണം. ആക്കിയിട്ട് നല്ലതുപോലെ പിഴിയണം. ഈ കൂട്ടിലോട്ട് തേങ്ങാപ്പാലിൻ്റെ കൂട്ട് ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. ഒന്ന് കലക്കി കൊടുക്കണം. അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ചെറിയ തീയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. തീ കുറച്ച് വെച്ച് കൊടുത്ത് ഇതിന് നല്ലതുപോലെ കലക്കണം. തീ ചെറുതായിട്ട് വെച്ച് കൊടുക്കണം. തീ കൂടി പോകാൻ പാടില്ല, അടി കരിയാൻ പാടില്ല.
ഇതിപ്പോൾ ഞാൻ 1/2 കിലോ മാവാണ്, അരിയാണ് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. കരിപ്പട്ടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിരിക്കുന്നതാണ്. ഈ കട്ട കെട്ടി കിടക്കുന്നതെല്ലാം പതിയെ പതിയെ പൊടിഞ്ഞ് അലിഞ്ഞ് അതിനോടൊപ്പം ചേർന്ന് വരും. അതാണ് ചെറുതായിട്ട് വെച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. ചെറുതായിട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഈ മാവ് കംപ്ലീറ്റ് വെന്ത് വരും. ചെറിയ തീയിൽ തന്നെ വെന്ത് വരും. ഇനി ബാക്കി ഞാൻ വെച്ചിരിക്കുന്ന ആ കരിപ്പട്ടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മുക്കാക്കിലെന്ന് പറഞ്ഞാൽ 750 ഗ്രാം കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. അത് ഉരുക്കി അരിച്ചെടുത്താണ്. പക്ഷെ നമുക്ക് ഈ പലഹാരത്തിന് ഏറ്റവും പറ്റിയത് കരിപ്പട്ടിയാണ്. കരിപ്പട്ടിയാണ് ഏറ്റവും നല്ലത്. ശർക്കരയല്ല, കരിപ്പട്ടിയാണ്. പിന്നെ ശർക്കരയിലും ചെയ്യോളന്നല്ല, പക്ഷെ കരിപ്പട്ടി ആകുമ്പം കുറച്ചുകൂടി ഗുണം കിട്ടും. ശർക്കരക്കാലം നല്ലതാണ് കരിപ്പട്ടി. ഒരു പ്രത്യേക ഒരു മണവും ഗുണവും ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാവരും ചെയ്യണം. വൈകുന്നേരത്തൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഒരല്പം മാവ് മതി, ഒരല്പം മതി. ഒരു 10-15 ഇലയൊക്കെ എടുത്തതുപോലെ. ഈ ഇലയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കാര ഇല മാത്രമൊന്നല്ല, ചീലാന്തി ഇല ഉപയോഗിക്കാം, കുന്നി ഇല, ദശങ്ങല, ഇങ്ങനെയൊക്കെയുള്ള പല പല ഗുണങ്ങളുള്ള ഇലകളൊക്കെ ഉണ്ട്. അതൊക്കെ കൂടെ എല്ലാം കൂടി പറിച്ചതുപോലെ അരി കുതിർത്ത് അരിയുടെ കൂടെ ഇട്ട് പൊടിച്ച് അരിച്ചെടുക്കണം. പൊടിച്ച് അരിച്ചെടുത്ത് ഇതേപോലെ ഉണ്ടാക്കണം. നല്ല രസമാണ്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കൊന്നുമല്ല ചേർക്കുന്നത്, ജീരകമാണ്. കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് ചവയ്ക്കുമ്പോൾ പ്രത്യേക ഒരു മണവും കൂടിയാണ് ജീരകത്തിൻ്റെ. കുറച്ച് അത് ചെറിയൊരു സ്പൂണിൽ 2 സ്പൂൺ ജീരകമാണ് ഞാൻ ഇടുന്നത്. ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ചില പലരും ഉപ്പെല്ലാം ഇങ്ങനെ ഈ മധുരം ചേർക്കുന്നതിൻ്റെ കൂടെ ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഞാനത് ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടെങ്കിൽ ഒരല്പം ഉപ്പങ്ങ് ചേർത്തോണ്ട്. എന്ന് വെച്ചാൽ ഈ അതിനും ഉപ്പും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. അതങ്ങനെ അത് താരതമ്യപ്പെട്ട് പോകാൻ വേണ്ടിയാണ് മിക്കവരും ഉപ്പ് ചേർക്കുന്നത്. അടുത്ത ഒരു അഭിപ്രായം കൂടി ഞാൻ പറയട്ടെ. ഈ മാവും പിന്നീട് നമ്മളിപ്പം പൊടിച്ച് ഈ അരിയുടെ കൂടെ ഈ ഇലയും കൂടി ഇട്ട് പൊടിച്ച് അരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടിയുള്ള വെള്ളം എല്ലാം കൂടി ഒരുമിച്ച് കരിപ്പട്ടി കൂടി ഒരുമിച്ച് കലക്കി നല്ലതുപോലെ കലക്കി ഇതുവരെ വേവിക്കാൻ നിൽക്കണം. അത് അങ്ങനെ ആകുമ്പോൾ കട്ട വലുതാക്കി പിടിക്കില്ല. ഇങ്ങനെ ഇടുമ്പം കട്ട പിടിക്കും. അതിനനുസരിച്ച് നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. വെള്ളം എല്ലാം കണക്കിന് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം പാകമായി കഴിഞ്ഞു. തണുക്കുമ്പോൾ ഇത് നല്ലതുപോലെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഈ നല്ല ചൂടോട് കൂടി ഇരിക്കുമ്പോഴാണ് ഇത്രയും കൊഴുപ്പ് വേണം. ഈ രീതിയിലുള്ള കട്ടി മതി. തണുക്കുമ്പോൾ നല്ലതുപോലെ കട്ടിയായി. നമുക്ക് ഈ ചെമ്പ് ഉള്ളിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് കയറി അടി പിടിക്കില്ല. അങ്ങനെ നമ്മുടെ കാരയിലയുടെ കിണ്ടല് റെഡിയായി. ഇനി നമുക്കിത് സ്റ്റൗ അണയ്ക്കാം. അങ്ങനെ കിണ്ടൽ എടുത്ത ഇലയല്ല ഞാൻ ഇട്ടത്.